കുപ്രസിദ്ധ കുറ്റവാളി പടയപ്പ എന്നറിയപ്പെടുന്ന ഫൈസലും കൂട്ടാളിയും രാസലഹരിയുമായി തൊടുപുഴ പോലീസിന്റെ പിടിയിലായി. കൊട്ടേഷൻ ലഹരിക്കടത്തെന്നീ കേസുകളിൽ പ്രതിയാണ് ഫൈസൽ. ഇയാൾക്കൊപ്പം പിടിയിലായ ആഷിഖ് 241 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ പ്രതിയാണ്. തൊടുപുഴ നഗരത്തിൽ MDMAയുമായി എത്തിയപ്പോഴാണ് ഫൈസലും കൂട്ടാളി ആഷിഖും പിടിയിലാകുന്നത്. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്ത് രാത്രി ഇവർ കറങ്ങി നടക്കുന്നുവെന്ന വിവരം പോലീസിന് ലഭിച്ചിരുന്നു. ഉടൻ പോലീസ് സംഘം അവിടെ എത്തി. പോലീസിനെ കണ്ട് പ്രതികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. സാഹസികമായി രണ്ടുപേരെയും കീഴ്പ്പെടുത്തി. ഇവരുടെ ദേഹപരിശോധനയിൽ 4 ഗ്രാം MDMAയും രാസഗുളികകളും പോലീസ് കണ്ടെത്തി. പോലീസിനെ കണ്ടുകൊണ്ട് ഇവർ ബൈക്കിൽ നിന്ന് ഇറങ്ങി ഓടാൻ ശ്രമിച്ചു. അപ്പം അവരും കൂടുണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും SIയും കൂടെ അയാളെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തപ്പോൾ അയാൾ നമുക്ക് വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണ് നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ സംശയം തോന്നിയാണ്. ഇവർ എറണാകുളം സ്വദേശികളായിരുന്നു. അപ്പം സംശയം തോന്നി നമ്മൾ SI അദ്ദേഹത്തിൻ്റെ ദേഹപരിശോധന നടത്തിയ സമയത്താണ് അയാളുടെ കയ്യിൽ നിന്നിട്ട് നമുക്ക് 4.18 ഗ്രാം MDMAയും നൈട്രോസ്പെറിൻ്റെ ഒരു ടാബ്ലറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഫൈസൽ കൊച്ചി കേന്ദ്രീകരിച്ചാണ് ലഹരി കച്ചവടം നടത്തിയിരുന്നത്. ഇയാൾ തൊടുപുഴയിലെത്തിയത് ക്വട്ടേഷനു വേണ്ടിയാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. രണ്ടുപേരും ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നില്ലെന്ന് പോലീസ്. അവര് കൂടുതലും പോലീസിനോട് കൃത്യമായിട്ട് സഹകരിക്കുന്നില്ല. എങ്കിലും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാകുന്നത് ഇവർ ഈ MDMAയുടെ ബിസിനസ്സുമായിട്ട് സംബന്ധിച്ച് തന്നെയാണ് തൊടുപുഴയിൽ എത്തിച്ചേർന്നത് തന്നെയാണ് നമ്മൾ സംശയിക്കുന്നത്. അവരുടെ ഇത് കൂടുതലുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തെ പറ്റിയും അല്ലെങ്കിൽ എവിടെയൊക്കെ ഇത് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ള കാര്യത്തെ പറ്റിയും ഇനി കസ്റ്റഡിയിലൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ നിലവിൽ അവരത് ഡിസ്ക്ലോസ് ചെയ്യാൻ കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ട്. വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടി വരും. ഫൈസലിന്റെ ഒപ്പം പിടിയിലായ ആഷിഖ് 241 കിലോ കഞ്ചാവ് കടത്തിയ കേസിൽ 2ാം പ്രതിയാണ്. കുറുപ്പംപടി പോലീസ് അറസ്റ്റ് ചെയ്ത ആഷിഖ് 21 മാസത്തെ റിമാൻഡിന് ശേഷം ഏതാനും നാളുകൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. വിശദ ചോദ്യം ചെയ്യലിനായി വരും ദിവസം ഇവരെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.